ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ലിബർട്ടി നീഡ്സ് ഗ്ലാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു പോമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. So before going to discuss on the question answers, let me give you a brief summary of the poem. In Liberty Needs Glasses, Tubak Shakur criticizes the idea of justice in society. He shows that liberty symbolizes justice and freedom is blind to suffering and inequality faced by people, especially the poor and marginalized. The poem suggests that justice does not truly see the truth and often fails to protect everyone equally. Through strong and a direct language, Tubek calls for awareness and change, urging society to recognize injustice and act fairly. ഈ ഒരു പോമിൽ ടുബക് ഷഗർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ലോ ആണെങ്കിലും ജസ്റ്റിസ് ആണെങ്കിലും ഒന്നും എല്ലാവർക്കും ഒരേപോലെയൊന്നുമല്ല. ലോ എന്ന് പറഞ്ഞ നിയമം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിയമം എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭയങ്കര പുവർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഈ ലോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ഈ ലോയുടെ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നാണ് ടുബക് ഷക്കൂർ ഈ ഒരു പോമിലൂടെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു പുവർ ആൻഡ് മാർജിനലൈസ്ഡ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ജെൻഡർ എന്നുള്ളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോ ഇന്നും വിമനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നേരിടുന്നുണ്ട്. ലോ എല്ലാവർക്കും ഈക്വലി ആയിട്ട് കൊടുക്കാതെ ഒരുപാട് ഇൻഇക്വാലിറ്റീസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് പാവപ്പെട്ടവരാണെങ്കിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാതും ഉണ്ട്. അപ്പോൾ ലോ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവരെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പാവപ്പെട്ടവർക്കൊന്നും അവർക്ക് വേണ്ട നീതി ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ളൊരു ഇൻജസ്റ്റിസ് മാറാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ടുബക് ഷക്കൂർ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ ടെക്സ്റ്റ്. ഈ ഒരു പോമിൻ്റെ മെയിൻ തീം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ് എന്താണ് ഈ ഒരു പോമിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഡസ് ഇറ്റ് നാച്ചർ, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി, ലവ്, വാർ. സോ ഈ ഒരു ഓപ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നേച്ചറിനെ കുറിച്ചിട്ടോ ലവിനെ കുറിച്ചിട്ടോ വാറിനെ കുറിച്ചിട്ടോ അല്ല, പകരം എന്താണ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു പോം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോമിൻ്റെ തീം എന്ന് പറയുന്നത് അതാണ്, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്കെല്ലാവർക്കും ഫ്രീഡവും ജസ്റ്റിസും കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. വൈ ഡസ് ദ സ്പീക്കർ സേ ലിബർട്ടി നീഡ്സ് ഗ്ലാസസ്. എന്തുകൊണ്ടാണ് ലിബർട്ടി നീഡ്സ് ഗ്ലാസസ് എന്ന് പറയുന്നത്? ലിബർട്ടിക്ക് ഗ്ലാസ് വേണം അല്ലെങ്കിൽ കണ്ണട വേണം എന്ന് പറയാൻ കാരണം എന്താ? ഡസ് ലിബർട്ടി ഈസ് ബ്ലൈൻഡ്? ലിബർട്ടിക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണോ? ലിബർട്ടി കാൺ സീ ഇൻജസ്റ്റിസ് ക്ലിയർലി. ലിബർട്ടിക്ക് ഇൻജസ്റ്റിസ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് കാണാത്തത് കൊണ്ടാണോ? ഓർ ലിബർട്ടി ഈസ് വീക്ക്, ലിബർട്ടി ഈസ് ഓൾഡ്. ഏതായിരിക്കും? നിങ്ങൾ തന്നെ പറയൂ. ഈ ഒരു ഓപ്ഷനിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിബർട്ടി നീഡ്സ് ഗ്ലാസസ്, നമ്മൾ ആ പോം എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിലും ക്ലിയർ ആയിട്ട് ഈ ഒരു ലൈൻ പറയുന്നതാണ് ലിബർട്ടി നീഡ്സ് ഗ്ലാസസ് എന്ന്. എന്തുകൊണ്ടാണ് ലിബർട്ടിക്ക് ഗ്ലാസസ് വേണമെന്ന് പറയുന്നത്? ഈ ഓപ്ഷനിൽ ഏതായിരിക്കും? യെസ്, യു ആർ റൈറ്റ്. ലിബർട്ടി കാൺ സീ ഇൻജസ്റ്റിസ് ക്ലിയർലി. ലിബർട്ടിക്ക് തൻ്റെ മുന്നിലുള്ള ഇൻജസ്റ്റിസ്, തൻ്റെ മുന്നിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് ലിബർട്ടിയുടെ അടുത്ത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ കണ്ട് ഒരു ഗ്ലാസ് മേടിക്കണമെന്ന് പറയുന്നത്. വാട്ട് ടോൺ ഈസ് യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ്. ഈ ഒരു പോമിൽ പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടോൺ എന്താണ്?
ഒരു ഹ്യൂമറസ് ആയിട്ടാണോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആൻഡ് സീരിയസ് ടോണിലാണോ പറഞ്ഞിട്ടുള്ളത്, റൊമാൻറ്റിക് ഓർ ന്യൂട്രൽ ആയിട്ടാണോ ഈ ഒരു പോം പറയുന്നത്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, പോം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ക്രിട്ടിക്കൽ ആൻഡ് സീരിയസ് ടോണിലാണ് പോയറ്റ് ഈ പോം എഴുതിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം? ഇപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പോയിറ്റ് ഈ ഒരു പോമിൽ സെൻട്രൽ ഐഡിയ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. The poem criticizes how justice and freedom fail to recognize inequality and suffering in society. ഈ ഒരു പോമിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ജസ്റ്റിസും ഫ്രീഡവും ഫെയിൽ ആയിട്ടുള്ളത്. അവർക്ക് ജസ്റ്റിസിനാണെങ്കിലും ഫ്രീഡത്തിനാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇന്നിക്വാലിറ്റീസും സഫറിങ്സും ഒന്നും അവർക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ അവരതിൻ്റെ മുന്നിൽ ഫെയിൽ ആയിരിക്കണം, അവർക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ഒരു ഐഡിയ ആണ് നമ്മുടെ പോയിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ദ ഫ്രേസ് നീഡ്സ് ഗ്ലാസസ് സജസ്റ്റ്, ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ലിബർട്ടി നീഡ്സ് ഗ്ലാസസ്, നമ്മുടെ ടൈറ്റിൽ തന്നെ അതാണ്. അപ്പോൾ ഈ ഒരു ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടേമാണ്. ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ വീക്ക്നെസ് ആണോ, ലാക്ക് ഓഫ് വിഷൻ ടു സീ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ക്ലിയർലി, ഓൾഡ് ഏജ്, ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ലാക്ക് ഓഫ് വിഷൻ ടു സീ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ക്ലിയർലി, ഈ ഒരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഈ ഒരു ആൻസർ പറയുന്നുണ്ടായിരിക്കും അവിടെ നിന്ന്. ആൻഡ് യു ആർ വെരി റൈറ്റ്. വാട്ട് മെസ്സേജ് ഡസ് ടുബക് കൺവേ? എന്ത് മെസ്സേജാണ് ടുബക് ഈ ഒരു പോമിലൂടെ കൺവേ ചെയ്യുന്നത്? സൊസൈറ്റി മസ്റ്റ് ഓപ്പൺ ഇറ്റ്സ് ഐസ് ടു ഇൻജസ്റ്റിസ് ആൻഡ് ട്രീറ്റ് എവറി വൺ ഈക്വലി. സൊസൈറ്റി ഇനിയെങ്കിലും കണ്ണു തുറന്ന് തൻ്റെ മുന്നിലുള്ള ഇൻജസ്റ്റിസ് തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഈ ഒരു മെസ്സേജാണ് നമ്മുടെ പോയിറ്റ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഫീലിംഗ് ഡസ് ദ പോം ക്രിയേറ്റ് ഇൻ റീഡേഴ്സ്? എന്ത് തരത്തിലുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു പോയറ്റ് ഈ ഒരു പോമിലൂടെ റീഡേഴ്സിലേക്ക് കൊടുക്കുന്നത്? എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണോ, അതോ അവയർനെസ് ആൻഡ് കൺസേൺ അബൌട്ട് ഇൻജസ്റ്റിസ്, ഹാപ്പിനെസ്, കൺഫ്യൂഷൻ, ഇതിലേതൊരു ഫീലിംഗ് ആണ് നമ്മുടെ പോയറ്റ് റീഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? So the right answer is awareness and concern about injustice ആണ്. കാരണം ഈ ഒരു പോം വായിച്ചു കഴിഞ്ഞാൽ റീഡേഴ്സിന് നമ്മുടെ മുന്നിലുള്ള ഇൻജസ്റ്റിസ് മനസ്സിലാക്കി ആ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയറ്റ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വൈ ഈസ് ദ പോം റെലവൻറ്റ് ടുഡേ? എന്തുകൊണ്ടാണ് ഈ ഒരു പോം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടുള്ളത്? ഈ ഒരു പോം ഒരുപാട് വർഷം മുന്നേ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്, ബട്ട് സ്റ്റിൽ ദിസ് പോം ഇസ് വെരി റെലവൻറ്റ് ടുഡേ. ബിക്കോസ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഇൻഇക്വാലിറ്റി സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മോഡേൺ സൊസൈറ്റി. ഇദ്ദേഹം ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ളൊരു പോം ആണെങ്കിൽ പോലും ഇന്നും നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസ് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും എന്തെങ്കിലും അവർക്ക് ലോ ഇൻഇക്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും റേസിൻ്റെ പേരിലാണെങ്കിലും എല്ലാം ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസ് നമുക്ക് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോം ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റിയിൽ വളരെ റെലവൻ്റ് ആണെന്നാണ് പോയിറ്റ് പറയുന്നത്. വാട്ട് ഡസ് ദ പോം ടീച്ച് അബൌട്ട് ജസ്റ്റിസ്? ജസ്റ്റിസിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ പോം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ജസ്റ്റിസ് ഷുഡ് ബി ഫെയർ ആൻഡ് അവെയർ ഓഫ് ഓൾ പീപ്പിൾ സ്ട്രഗിൾ. ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാവരുത്. എല്ലാ ആളുകളുടെയും സ്ട്രഗിൾസും അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നീതി നിർണ്ണയിക്കേണ്ടത്. അതല്ലാതെ അതൊരു പെർട്ടിക്കുലർ ഗാങ്ങിന് മാത്രം ഫെയർ ആയിട്ടുള്ള ഒന്നാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടൈറ്റിൽ ലിബർട്ടി നീഡ്സ് ഗ്ലാസസ്. ലിബർട്ടി നീഡ്സ് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദ ടൈറ്റിൽ ഇസ് സിംബോളിക് ആൻഡ് മീനിങ് It suggests that liberty or justice is unable to see clearly and needs correction. So ഈ ഒരു ടൈറ്റിൽ ലിബർട്ടി നീഡ്സ് ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിബർട്ടി ആണെങ്കിലും ജസ്റ്റിസ് ആണെങ്കിലും വിച്ച് ഇസ് അൺഏബിൾ ടു സീ ക്ലിയർലി, തൻ്റെ മുന്നിലുള്ള ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് നീഡ്സ് കറക്ഷൻ. അതിന് കറക്ഷൻ വേണം, അതിന് വിഷൻ പ്രോപ്പർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സാണ് നമ്മുടെ പോയിറ്റ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹൈലൈറ്റ്സ് ദ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഇൻ റെക്കഗ്നൈസിങ് ഇൻഇക്വാലിറ്റി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ജസ്റ്റിസ് ഫെയിലിയറിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ മുന്നിലുള്ള ഇൻഇക്വാലിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് ഡെലിവർ ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പോം ഇസ് സിമ്പിൾ യെറ്റ് പവർഫുൾ വേ. വളരെ സിമ്പിളായിട്ടും എന്നാൽ പവർഫുൾ ആയിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ പോയിറ്റ് റീഡേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഡു യു തിങ്ക് ജസ്റ്റിസ് ഇസ് ട്രൂലി ഈക്വൽ ഇൻ ടുഡേയ്സ് വേൾഡ്?
ഇനി ഈ ഒരു ചോദ്യം നിങ്ങളോടുള്ളതാണ്. ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടുഡേയ്സ് വേൾഡിൽ ജസ്റ്റിസ് ട്രൂലി ഈക്വൽ ആണോ? ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങളോട് ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ആൻസറാണ് തരാൻ കഴിയുന്നത്? ജസ്റ്റിസ് ഇന്നത്തെ വേൾഡിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ജസ്റ്റിസ് ഇസ് നോട്ട് ഫുള്ളി ഈക്വൽ ടുഡേ. ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പം റേസിൻ്റെ പേരിലാണെങ്കിലും ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ ആണ് പെണ്ണ് എന്നുള്ളൊരു വിവേചനം നടക്കുന്നുണ്ട്. നല്ല കളറുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ഫെയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കോംപ്ലക്സ് ഉള്ള ആൾക്കാർ എന്നുള്ള പേരിൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ വർക്കിൻ്റെ പ്രൊഫഷൻ്റെ പേരിലും ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഫുള്ളി ഈക്വൽ ടുഡേ. ഇന്ന് ഈക്വൽ അല്ല. ഇക്കണോമിക് ഇൻഇക്വാലിറ്റീസ് നടക്കുന്നുണ്ട്. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസ് സഫേഴ്സ് മോർ. ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ചേർത്തുകൊണ്ടാണ് ഇതിനുത്തരം നിങ്ങൾ എഴുതേണ്ടത്. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ പോയിൻറ്റ്സ് എല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ എംബ്രേസ് ഇക്വിറ്റി, ഈക്വൽ റൈറ്റ്സ്, റേസ് യുവർ വോയിസ് ഈക്വൽ. ഈ ഒരു ഈക്വൽ റൈറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ ഇൻജസ്റ്റിസ് നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ വോയിസ് റേസ് ചെയ്യാനെല്ലാം നമ്മൾ ശ്രമിക്കുക. നമ്മൾ വോയിസ് റേസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ എംബ്രേസ് ഇക്വിറ്റി, റേസ് യുവർ വോയിസ്. താങ്ക് യു.